അസ്സലാമലൈക്കും. ഇന്നൊരു കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഈ കഞ്ഞിക്ക് ഒരുപാട് പ്രത്യേക ഗുണങ്ങളുണ്ട്. ഈ കഞ്ഞിക്കായിട്ട് എടുത്തിട്ടുള്ള അരിയാണ് രക്തശാലി റൈസ്. പണ്ടുകാലത്ത് ഇന്ത്യയിലെ രാജവംശങ്ങൾക്കായി അവരുടെ ആരോഗ്യവും യൗവനവും സംരക്ഷിക്കുന്നതിനായി പ്രത്യേകം കൃഷി ചെയ്തു വന്നിരുന്ന ഔഷധ ഗുണമുള്ള അരിയാണിത്. ധാരാളം പോഷകാംശമുള്ള ഈ അരി നമ്മുടെ ശരീരത്തിലെ നശിച്ചുപോയ കോശങ്ങളെ പുനർനിർമ്മിക്കാനും ക്യാൻസർ എന്ന മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള കഴിവും ഇതിനുള്ളതായി പറയപ്പെടുന്നു. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, നാരുകൾ, കാൽസ്യം, സിങ്ക്, അയേൺ, ഫോസ്ഫറസ് എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഹിമോഗ്ലോബിൻ്റെ അളവ് അരിയിൽ കൂടുതലായി ഉള്ളതിനാൽ ഇത് വിളർച്ച തടയുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ രക്തശാലി ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ചർമ്മത്തിൻ്റെ തിളക്കവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഈ അരിക്ക് നല്ല കഴിവുണ്ട്. രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാനും ഇത് ഗുണം ചെയ്യുന്നു. ഈ രക്തശാലി റൈസിൽ ഹിമോഗ്ലോബിന്റെ അളവ് കൂടുതലുള്ളതിനാൽ രക്തവർദ്ധിനി എന്ന പേരിലാണ് രക്തശാലി അരി അറിയപ്പെടുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ പഠനത്തിൽ രക്തശാലിയുടെ അരിയിലും തവിടിലും ധാരാളം പോഷക ഗുണങ്ങൾ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അരി ചോറായി കഴിക്കുന്നതിലും നല്ലത് കഞ്ഞിയായിട്ട് കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ. കഞ്ഞി ഏതൊരു വിധത്തിലും നമുക്ക് വേവിച്ചെടുക്കാം. വേവ് നല്ല പോലെയുണ്ട്. നല്ലപോലെ വേവിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ചിരവിയിട്ട് കുറച്ച് നെയ്യും കൂടെ ഇറ്റിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കഞ്ഞിയായി കിട്ടി.